Assalamu alaikum. Good evening all. Our vowed objective is to render the best possible education, both academic and value-based, without compromising on the basic fundamentals. We shall strain every nerve to see that they leave the institution strong enough to conquer the world with confidence and courage. Our basic motto is to mold every soul to be a strong and bold individual who can face the toughest challenge in this world of distaste and agony. This is what Al-Haramain School, English School stands for. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ അൽ-ഹറമൈൻ്റെ അക്ഷരമുറ്റത്ത് ഈ പ്രൗഢമായ സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്കിടയിലൂടെ ജീവിച്ച് അള്ളാഹുവിൻ്റെ അതിഥിയായി അവൻ്റെ സന്നിധിയിലേക്ക് പോയ മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബിനെ പ്രതിപാദിക്കാതെ എനിക്കെൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അതിനെ പൂർണ്ണതയിലെത്തിക്കുവാനും കഴിയില്ല. വിശിഷ്യ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ ഹറമൈൻ സ്കൂളിനെ പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇടപഴകിയവർക്കെല്ലാം മധുരം കനിയും ഓർമ്മകൾ മാത്രം നൽകിയിരുന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെ, നിരാലംബൻ്റെ, സമൂഹത്തിൽ നിരാലംബരായി പോയവരുടെ ആശാകേന്ദ്രമായിരുന്ന ഉമ്മത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ ഉന്നമനത്തിനായി മാത്രം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹാമനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് അൽ-ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂൾ പുതിയങ്ങാടി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയാൻ മത്സരത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മുടെ മക്കളെ കടത്തിവിടുമ്പോൾ പകയും വിദ്വേഷവും അഹങ്കാരവും സങ്കുചിത ബോധവും ജീവിതങ്ങളെ ദുഷിപ്പിക്കുന്ന ഈ കാലത്ത് അതിൽ നിന്നെല്ലാം അവരെ അകലം പാലിച്ചെടുക്കാനും നമ്മളുടെ മക്കളുടെ സ്വത്വത്തെ, അവരുടെ സ്വത്വത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ കഴിവുകൾക്കും അവരുടെ സർഗവാസനകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ നല്ല മനുഷ്യരാക്കി, ഉത്തമ പൗരനാക്കി, സാമൂഹിക നന്മയുള്ളവരാക്കി മാറ്റേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയരെ, നമുക്കറിയാം, ഇന്നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഗസയുടെ മക്കളെ മറവിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ കണ്ട് ഇവിടെ നിന്ന് പിരിയാൻ സാധിക്കുകയില്ല. സയനിസ്റ്റ് ഭീകരതയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഷഹീദായ കവിയത്രി ഇബ ഹബൂനദ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ എഴുതി: ഞങ്ങൾ അങ്ങ് സ്വർഗത്തിൽ പുതിയൊരു നഗരം പണിയും. രോഗികളും രക്തക്കറയുമില്ലാത്ത ഡോക്ടർ, വിദ്യാർത്ഥികളോട് തിരക്ക് കൂട്ടാത്ത ഒച്ചയിടാത്ത അധ്യാപകർ, വേദനകളും വിലാപങ്ങളും ഇല്ലാത്ത പുതിയ കുടുംബങ്ങൾ, സ്വർഗപ്പൂന്തോപ്പിനെ ചിത്രീകരിക്കുന്ന റിപ്പോർട്ടർമാർ, നിത്യസ്നേഹത്തെ പുകഴ്ത്തിപ്പാടുന്ന കവികൾ, അവരൊക്കെയും ഗസയിൽ നിന്നായിരിക്കും. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതും അതുതന്നെയാണ്. അവർക്കൊപ്പം എന്നെയും നിങ്ങളെയും അള്ളാഹു സർവശക്തൻ സ്വർഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ഈ വൈകിയ വേളയിൽ നമ്മളുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ, കലാവിരുന്നുകൾ കാണാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളിലേക്ക് വാക്കുകളുടെ വാഗ്ദരണികൾ അയച്ചുവിട്ട് ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെയും മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്
എൻ്റെ കടമ. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ വാക്കുകളും തോളോട് ചേർന്നും പ്രവർത്തിച്ചുകൊണ്ട് ഈ അൽ ഹറമൈൻ സ്കൂളിന് വേണ്ടി തന്നെ ഇന്നും ആ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാ വേദികളിലും എല്ലാ യോഗങ്ങളിലും ഞാൻ എടുത്തു പറയാറുള്ള, എങ്ങനെ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മളുടെ റോൾ മോഡൽ, ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാന്യനായ അനീഫ് ഹാജി സാഹിബിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഹറമൈൻ സ്കൂളിന് വേണ്ടിയും ഈ പരിപാടിയിലേക്ക് സാർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മോദേന്റെ മറ്റൊരു വ്യക്തിത്വം, നിങ്ങളുടെ എല്ലാവരുടെയും ബഹുമാന്യ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, തൻ്റെ ജീവിതത്തിൻ്റെ വിഷയ കാലഘട്ടങ്ങളെല്ലാം അത്രയും തന്നെ അൽ ഹറമൈൻ സ്കൂൾ എന്ന ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു സ്ഥാപനം കെട്ടിയുയർത്താൻ വേണ്ടി അതിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ കൈസ്പർശം ഉണ്ടാവണമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി പ്രവർത്തിച്ച് ഇന്നും നമ്മൾക്ക് ആവേശമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹറമൈനെ പ്രതികരിച്ച് വിദ്യാർത്ഥി സമക്ഷമുള്ള, വിദ്യാർത്ഥി കൂട്ടമുള്ള, ശിക്ഷ ഗുണങ്ങളുള്ള മഹത് വ്യക്തിത്വം ശ്രീമതി സഫിയ ടി.എം, നമ്മുടെ എല്ലാവരുടെയും പ്രിൻസിപ്പൽ, എല്ലാ ബഹുമതിയോടുകൂടി, എല്ലാ ബഹുമാനത്തോടു കൂടി ഈ സദസ്സിന് വേണ്ടിയും ഹറമൈൻ സ്കൂളിന് വേണ്ടിയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിത്വം, നമുക്ക് എത്രയോ കാലങ്ങളായി വിശിഷ്യ സ്കൂളുമായി ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സുപരിചിതനായ TK ഹുസൈൻ സാഹിബാണ്. അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സെക്രട്ടറിയാണ്. എല്ലാ ബഹുമാനത്തോടു കൂടിയും ഹുസൈൻ അവർകളെ ഞാൻ ഈ വേദിയിലേക്കും സദസ്സിന് വേണ്ടിയും ഹറമൈൻ സ്കൂളിന് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മറ്റൊരു വ്യക്തിത്വം, ബഹുമാനപ്പെട്ട AM അബൂബക്കർ സാഹിബ്. അദ്ദേഹത്തെ കൂടുതൽ ഞാൻ ഈ സദസ്സിന് വേണ്ടി പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിനുമുപരി മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ലോകത്ത് നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായി നമ്മൾക്കിടയിൽ ഇടം പിടിച്ച, നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷണം നൽകാൻ അർഹനായ മിസ്റ്റർ നിഷാദ് റാവുത്തർ, മീഡിയ വണ്ണിന്റെ സീനിയർ ന്യൂസ് എഡിറ്ററാണ്. അദ്ദേഹമാണ് നമ്മളുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സാർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ വാർഡിന്റെ കൗൺസിലർ മിസ്റ്റർ മുരളീധരൻ ടി, സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പല പരിപാടികളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടാവും, നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സാർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ട നിരവധി പേരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടിയുടെ സമയക്രമം തെറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എങ്കിലും ഒറ്റവാക്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകർ, ഈ സ്ഥാപനത്തിന്റെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരെയും ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളെയും അവരർഹിക്കുന്ന ബഹുമതിയോടുകൂടി തന്നെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ളൊരു വേദിയിലേക്ക് എന്നെ എത്തിച്ചേരാൻ എന്നെ പ്രാപ്തനാക്കിയ ഒരുപാട് ഗുരുവര്യന്മാർ, അങ്ങനെ തന്നെ ഞാൻ അതിന് പേരിടും. ബഹുമാന്യനായ
അസീസ് ക, അതേപോലെ തന്നെ നൗഷാദ് ക, അതേപോലെ തന്നെ ഷംസുദ്ദീൻ ക, നിരവധി വ്യക്തിത്വങ്ങൾ ഈ സദസ്സിന്റെ അവരിപ്പോഴും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തിരക്കിലും ബഹളത്തിലുമൊക്കെയാണ്. അവരെയൊക്കെയും എല്ലാവരെയും പേര് എടുത്തു പറഞ്ഞു പോയതിൽ വിട്ടുപോയതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും എല്ലാവരെയും വിശിഷ്യ PTA പ്രസിഡന്റ് സലാഹുദ്ദീൻ സർ ആൻഡ് മദർ PTA പ്രസിഡന്റ് ആമിന ആൻഡ് അലുമിനി റെപ്രസെന്റേറ്റീവ് മിസ്സിസ് റഷ, ദെൻ അവർ ഹെഡ് ഗേൾ മിസ്സിസ് അഫ്ഷാനൂർ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളുടെ പല കലാപരിപാടികൾ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും തുടരുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട വാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്, ജയ് ഹറമേൻ. പരമദയാലുവും കരുണാമയനുമായ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചീഫ് ഗസ്റ്റിന് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോയി മീഡിയ വണിൽ എത്തേണ്ടതിനാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്താൽ അതിന് തന്നെ ഒരു 5 മിനിറ്റ് പിടിക്കും. ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് എല്ലാവരെയും ഹൃദ്യമധുരമായ അഭിവാദ്യങ്ങൾ ഹറമൈൻ സ്കൂളിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആരംഭിക്കുകയാണ്. 1994 പ്രൊഫസർ KA സിദ്ദീഖ് ഹസൻ ജമാഅത്തെ ഇസ്ലാമി കേരള ഓഫീസിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വെച്ചാണ് അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ആദ്യ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ഇപ്പോൾ അതിൽ 3-4 ആളുകൾ കഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അവർ ചെയ്ത എല്ലാ സേവനങ്ങളും പടച്ചതമ്പുരാൻ അംഗീകരിച്ച് ഹൃദ്യമായ പ്രതിഫലം പരലോകത്ത് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്കൂൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് 29 വർഷമാകുമ്പോൾ വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ടാണ് ഏത് സ്കൂളും തുടങ്ങുന്നത് പോലെ നമ്മുടെ സ്കൂളും ആരംഭിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്ഥലത്ത് നാം സ്കൂൾ ആരംഭിക്കുന്നത് 2004 അതിനു മുമ്പ് പുതിയങ്ങാടിയിൽ തന്നെ ഉള്ള ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ഓലഷെഡ് അടക്കമുള്ള ഓർമ്മകൾ തഴുകി പോകുന്ന സ്മരണകൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അതിൽ നിന്നും വളരെ അധികം വർഷങ്ങൾ താണ്ടിയാണെങ്കിലും കോഴിക്കോട് നഗരാവലിയിൽ ഏറ്റവും ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു സ്കൂളായി ഇത് മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് 1638 കുട്ടികൾ ഈ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നത്. കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന 282 കുട്ടികളുള്ള ഒരു പ്രത്യേക മോണ്ടിസോറി സ്കൂൾ, അതോടൊപ്പം 1350 കുട്ടികളുള്ള ഹറമൈനും വളരെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. എല്ലാവിധ വിവരങ്ങളും ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ വിശദമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ
വിദ്യാർത്ഥികളുടെ പ്രകടനം, പരീക്ഷയിൽ അവർ നേടിയിട്ടുള്ള എക്സലൻസ്, കലാ കായിക മത്സരങ്ങളിൽ സഹോദരിയിലും അതുപോലെ തന്നെ നമ്മുടെ കലോത്സവങ്ങളിലുമൊക്കെ അവരുടെ സ്ഥാനം, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. പ്രൊഫസർ സിദ്ദീഖ് ഹസനെ ഓർക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു ഹറമൈൻ സ്കൂൾ മാത്രമല്ല, കുറച്ചപ്പുറത്ത് ഫറൂഖിനടുത്ത് നമുക്കറിയാം സാഫി എന്ന് പറയുന്നതിൻ്റെ തുടക്കക്കാരൻ അദ്ദേഹമായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മൂവ്മെൻറ്റ് ഓഫ് ഇസ്ലാം ട്രസ്റ്റ് സ്ഥാപിച്ച ഹോസ്പിറ്റലിൻ്റെ തുടക്കക്കാരൻ അദ്ദേഹമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ബംഗാൾ, ആസാം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹം തുടങ്ങിയ സ്കൂളുകൾ അനവധിയാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ സ്ഥാപനമായി വളർന്നിട്ടുള്ള വിഷൻ 2026 തുടക്കമെന്നും അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കാരണീഭൂതൻ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും പ്രചാരം നേടിയിട്ടുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, തൻ്റെ സിംപ്ലിസിറ്റി കൊണ്ട് അദ്ദേഹം നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മാധ്യമ പത്രം, മീഡിയ വൺ, IPH, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ പ്രതിഫലവും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാം, സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇത് അമ്മമാരും അച്ഛന്മാരുമുള്ള കുട്ടികളുമുള്ള ഒരു സദസ്സായതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പിതാക്കൾ, പാരൻസ് പുതിയ കാലത്ത് അവരനുവർത്തിക്കേണ്ടുന്ന നയം പഴയതിൽ നിന്നും മാറി ആൽഫ ജനറേഷനിലുള്ള കുട്ടികളെ അടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് ഒരു ഫ്രണ്ടായി അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടുകാരനായി പാരൻസ് പുനർജനിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അതല്ലെങ്കിൽ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അവരുടെ കൂട്ടുകാരോടായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും അവരെ ചേർത്ത് നിർത്തി സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്താനുള്ള വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിലുമൊക്കെ ഏറ്റവും വലിയ ഒരു സാഹസികമായ സ്ഥാനം യഥാർത്ഥത്തിൽ പാരൻസിനുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ആ ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് ഞാൻ പാരൻസിനോടും, അതോടൊപ്പം പാരൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ ഓരോ കുട്ടികളുടെയും അവർക്ക് ജന്മം നൽകിയ, അവരെ വളർത്തി ഉയർത്തി വലുതാക്കി പഠന കാര്യങ്ങളിലൊക്കെ എത്തിച്ചിട്ടുള്ള അവർക്ക് ഏറ്റവും അധികം സ്നേഹം നൽകേണ്ടുന്ന ഒരു കാലം ആണ് കുട്ടികൾക്ക് ഉള്ളത്. അത് മറന്നുകൊണ്ടു പോകുന്ന ഒരു രീതി ഉണ്ടായാൽ സ്വർഗത്തിൽ അമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ആ ഒരു വലിയ തത്വം നാം നിഷേധിക്കപ്പെടുന്നവരാകും. അതുകൊണ്ട് നമ്മുടെ മക്കളും അതോടൊപ്പം പാരൻസും പരസ്പര സഹകരണത്തിൻ്റെ വഴി കണ്ടുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് കുട്ടികളെ നമുക്ക് നമ്മുടെ മക്കളായി ഇവിടെ ഭാവിയിലും വലിയ സ്ഥാനങ്ങളിലും എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വളരെയധികം സെക്യൂരിറ്റി വേണ്ട ഒരു കാലഘട്ടമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കിഡ്നാപ്പുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതും അവർ തിരിച്ചു വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ സ്കൂളിന് മാത്രം അത് ബലമേൽപ്പിച്ചാൽ പോരാ, ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും ശ്രദ്ധ വേണ്ടതുമായിട്ടുള്ളത് രക്ഷിതാക്കൾക്കാകുന്നു എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ശുഭകരമായിട്ടുള്ള ഒരവസ്ഥ, ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ നർച്ചറിങ് ലീഡേഴ്സ് എന്ന തത്വം നാം അംഗീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവരും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശം സബലീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ
ഇന്ത്യയിലെ വിദേശത്തെ പല കലാലയങ്ങളിലും ഉന്നത സ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ള വിവരവും നമ്മുടെ മുമ്പിലുണ്ട്. JNUവിലുണ്ട്, ഹൈസറിലുണ്ട്, അതുപോലെ തന്നെ UK യിലും അമേരിക്കയിലുമൊക്കെ ഇവിടെ പഠിച്ച മക്കൾ അലുമിനി എന്ന് നാം വിശേഷിപ്പിക്കുന്ന പൂർവ്വകാല വിദ്യാർത്ഥിനികൾ അവരുടെ ഭാഗധേയം നിർണ്ണയിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശുഭകരമായിട്ടുള്ള രീതിയും അവർക്കുണ്ടാകട്ടെ, എല്ലാ ഉയർന്ന സ്ഥാനങ്ങളിലും അവർ എത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ PTA പ്രസിഡൻറ്റിനോട് പറയുമായിരുന്നു, ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പ്രധാന അതിഥിയായി വന്ന് ഞാൻ എന്താണ് പ്രസംഗിക്കുക എന്ന്. കുട്ടികളുടെ രക്ഷിതാക്കളോട് എന്ത് പ്രസംഗിക്കും, അവരോട് എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്നത് എൻ്റെ എപ്പോഴത്തെയും ഒരു ആശയക്കുഴപ്പമാണ്. നമ്മുടെ ജോലി വാർത്താവായനയാണ്, അത് ഒരുവിധം ഇങ്ങനെ തെറ്റില്ലാതെ കൊണ്ടുപോകുന്നെന്ന് ഒഴിച്ചു നിർത്തിയാൽ എല്ലായിടത്തും ഒരു മനോഹരമായ പ്രസംഗം കാഴ്ചവെക്കുക എന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു അതിഗംഭീരമായ പ്രഭാഷണം പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. എനിവേ, ഇങ്ങനെ ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ സവിശേഷമായ സന്തോഷത്തെ നിങ്ങളെല്ലാവരെയും പോലെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പരിമിതമായ ഒരു സൗകര്യത്തിൽ നിന്ന് തുടങ്ങുകയും പ്രൗഢമായ ഒരു ലക്ഷ്യത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ചെത്തുകയും ചെയ്ത ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് സവിശേഷതകളുണ്ട്. കുറേ അധികം കുട്ടികൾ പഠിക്കുന്നു. ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിലമതിക്കുന്ന സ്കൂളുകളിലൊന്നായി, വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊന്നായി മാറുക എന്ന ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച്, അതിന് സഹായം നൽകുന്നവരെ സംബന്ധിച്ചെല്ലാം അത് അങ്ങേയറ്റം സ്വപ്നതുല്യമായ നിമിഷമാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നിങ്ങളുടെ വാർഷികാഘോഷ പരിപാടികൾ അതിഗംഭീരമാവട്ടെ, മെമ്മറബിൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യം തന്നെ സ്കൂളിൽ നിൽക്കുമ്പോൾ സ്കൂൾ കുട്ടികളെയാണ് നമ്മുടെ മുമ്പിൽ ആദ്യം കാണുക, പിന്നെ രക്ഷിതാക്കളെയും. അപ്പോൾ സ്കൂളിലെ പഠനം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രധാനമാണ് എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് സ്കൂളിന് വേണ്ടി നമ്മൾ ഇത്രയധികം അതിൻ്റെ പഠന മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് അക്കാഡമിക്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായി എന്തെങ്കിലും പറയണമെന്നില്ല, പറയേണ്ട കാര്യവുമില്ല, പറയാൻ ഞാൻ ആളുമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ജനാലകൾക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ട് വളരുന്നവരാണ് എന്ന് ഉറപ്പിക്കാൻ ബാധ്യതയുള്ളവരാണ് നമ്മൾ എന്നത് വളരെ പ്രധാന സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകം വളരെ ഊഷ്മളമായ കരങ്ങളുമായി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വാതിലുകൾക്ക് പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്ന മൗഢ്യ വിചാരം നമുക്കുണ്ടാവാൻ പാടില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. അങ്ങേയറ്റം കാലുഷ്യം നിറഞ്ഞ ഒരു കാലമാണ് പുതിയ തലമുറയെ കാത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചിറക്കി വിട്ടാൽ അതിജീവിക്കാൻ കഴിയാത്ത ഒരു ദുർബലത അവരുടെ മുമ്പിൽ ഉണ്ടായിപ്പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെ ഏതെങ്കിലും സെഷൻസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന്, ലോകം എങ്ങനെയാണ് ചലിക്കുന്നതെന്ന്, ലോകം എന്തുമാത്രം കുഴപ്പത്തിലാണ് എന്നുകൂടി പറഞ്ഞ് പഠിപ്പിച്ച് വളർത്താൻ അധ്യാപകർക്കും ഒപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ബാധ്യതയുണ്ട്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓഫ് കോഴ്സ് അവർ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എല്ലാ ദിവസവും രാവിലെ സ്കൂൾ ബസ്സിൽ ഇവിടെ വരുന്നു. മികച്ച പഠന സൗകര്യങ്ങളുണ്ട്, മികച്ച അധ്യാപകരുണ്ട്, മികച്ച സിലബസ് ഉണ്ട്. അവരേറ്റവും ഉന്നതമായ ശൈലിയിൽ പഠിക്കുന്നു, വളരെ കംഫർട്ടബിളായി വീട്ടിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത നൂറായിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന, ഒരു പ്രിവിലേജുമില്ലാത്ത, അധ്യയനം എന്ന് പറയുന്ന സംഗതി തന്നെ സ്വപ്നത്തിനും അപ്പുറത്തായി പോയിട്ടുള്ള കോടാനുകൂടി മനുഷ്യരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി എവിടെ നിന്നാണ് വരുന്നതെന്ന്, ആ കുട്ടിക്ക് എന്നെപ്പോലെ എല്ലാ പ്രിവിലേജും ഉണ്ടോ എന്ന്, ആ കുട്ടിക്ക് എന്നെപ്പോലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സംരക്ഷണവും പണവും എല്ലാം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ, അന്വേഷിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന പരിസരബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പ്രധാന കാര്യമാണ്. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിലുള്ള, വലിയവർക്കിടയിലുള്ള സാഹോദര്യത്തെ ഇല്ലാതാക്കാനുള്ള വലിയ പണി ആസൂത്രിതമായി നടക്കുമ്പോൾ ആ സാഹോദര്യത്തെ തിരികെ പുനഃസ്ഥാപിക്കാൻ, ഹാർമണിയെ വീണ്ടെടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു. അവർ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷോ സ്ഥിരമായി കാണുന്നതാണ്.
അപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിലെ കലാമത്സരങ്ങളിലേക്ക് വേണ്ടി കുട്ടികളെ പിക്ക് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കുറേ ആയി അവസാനം ഒപ്പന എന്ന് പറയുന്ന ആർട്ട് ഫോമിന് വേണ്ടി ആളുകളെ എടുക്കുമ്പോൾ 2-3 കുട്ടികൾ മാറി നിൽക്കുന്നു. അവർക്ക് ഒപ്പനയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ടീച്ചർക്ക് സത്യത്തിൽ വലിയ കൗതുകമായും അത്ഭുതവുമായി പോയി. എന്തുകൊണ്ടാണ്? കാരണം ടാലൻ്റായ ആളുകളെ ഉൾപ്പെടുത്തി ഒപ്പനയുടെ ടീം ഉണ്ടാക്കുക, ആ ടീം ജില്ലാതലത്തിൽ പോയി മത്സരിക്കുക, സമ്മാനം നേടുക എന്നതാണ് അവരുടെ മുമ്പിലുള്ള ഏക ഉദ്ദേശം. പക്ഷെ ചില കുട്ടികൾ ഈ സ്കൂൾ വിചാരിക്കുന്നു ഇവർ വളരെ ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ്, ഇവരാണ് നമുക്ക് വേണ്ടത്, പക്ഷെ അവർ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്ന കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, ഒപ്പനയിൽ പങ്കെടുക്കണ്ട എന്നാണ്. വേറെ എന്തെങ്കിലും ആർട്ട് ഫോംസിൽ വേണമെങ്കിൽ പങ്കെടുക്കാം, ഒപ്പനയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് അത്ഭുതം അവസാനിക്കുന്നില്ല. കാരണം ആ കൂട്ടത്തിലൊരു കുട്ടിയുടെ പേരൻറ്റിനെ അവർക്ക് അടുത്തറിയാം. അപ്പോൾ അവർ പേരൻറ്റിനെ വിളിക്കുന്നു, വളരെ കോൺഫിഡൻസോടെ ആത്മവിശ്വാസത്തോടെ വിളിച്ച് വളരെ പെട്ടെന്ന് അവരെ കൺവിൻസ് ചെയ്ത് കുട്ടിയെ ഒപ്പനയിൽ പങ്കെടുപ്പിക്കാമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ മാതാവ് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഇത്തവണ ഒപ്പനയിൽ പങ്കെടുപ്പിക്കാൻ താല്പര്യമില്ല. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്ക് കുട്ടിയെ ഒപ്പനയുടെ ഡ്രസ്സിൽ കാണാൻ ഇഷ്ടമില്ല. അങ്ങനെ അത് ഫോട്ടോഗ്രാഫി ചെയ്യപ്പെടുന്നത് കുട്ടിയുടെ സ്കൂൾ കാലത്ത് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവുന്നതിനെക്കുറിച്ച് ഇഷ്ടമില്ല, നിങ്ങളൊന്നും വിചാരിക്കരുത് എന്ന് വളരെ ഫ്രാങ്കായിട്ട് അവർ പറഞ്ഞു. ആ ടീച്ചർ പറയാണ്, ഞാൻ വിചാരിച്ചു മനുഷ്യരെല്ലാവരും ഒരുപോലെയാണെന്ന്, കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും ഇടയിൽ അകലങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ, പക്ഷേ ഞാൻ നടുങ്ങിപ്പോയി എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസിൽ എല്ലായ്പ്പോഴും ഇരുന്ന് മനുഷ്യർക്കിടയിലെ അകലത്തെക്കുറിച്ച്, വെറുപ്പിനെക്കുറിച്ച്, സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വേറെ എവിടെയോ ഉള്ള ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇത് നമ്മുടെ നെഞ്ചിൽ വന്ന് തൊടുന്നു, ഞാൻ നടുങ്ങിപ്പോയി ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് എന്ന് അവർ പറയാണ്. അപ്പം നമ്മുടെ അന്തരീക്ഷം എന്തുമാത്രം വഷളാണെന്ന്, കുഞ്ഞുങ്ങൾ പോലും എന്തുമാത്രം വലിയ അപകടത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് എന്ന് ഓർത്തെടുക്കാൻ, ആ ഓർമ്മയ്ക്ക് ശേഷം അതിനെ തിരികെ പിടിക്കാൻ, അതിനെ പുനഃസ്ഥാപിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. സന്തോഷകരമായ അറ്റ്മോസ്ഫിയറിലെ എല്ലാം സന്തോഷത്തിൽ പോവുകയുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു, 12ാം ക്ലാസ്സിൽ മികച്ച മാർക്ക് നേടുന്നു, അവർ വേറെ ഒരു സ്ഥലത്ത് പോയി വീണ്ടും പഠിക്കുന്നു, അവർ തൊഴിൽ നേടുന്നു, അവർ സന്തോഷത്തോടെ ജീവിച്ചോളും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു അധിക വിചാരമാണ്. കാരണം എന്താണ്? വെറുപ്പില്ലാത്ത, അകലങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, കലാപങ്ങളില്ലാത്ത മനോഹരമായൊരു ലോകത്ത് മാത്രമേ മനോഹരമായ ജീവിതം സാധ്യമാകൂ. അല്ലാത്ത ഒരിടത്ത് മനുഷ്യർ തമ്മിലടിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലൊരു സ്ഥാപനം, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ലൊരു തൊഴിൽ മേഖല പോലും വരില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട പാഠം പുസ്തകത്തിലേത് മാത്രമല്ല, മറിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചേർന്ന് നിൽക്കേണ്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ലോകത്തിൻ്റെ ഏത് വലിയ പ്രതലത്തിലേക്ക് ഉയർന്ന് പറന്നാലും നമ്മുടെ കനിവ് തേടുന്ന മനുഷ്യരുണ്ട്. അവരെ നമുക്ക് സഹായിക്കാനുള്ള ബാധ്യതയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരുള്ള ഒരു നാട്ടിൽ നമ്മൾ ഏത് വലിയ പദവിയിൽ ചെന്നെത്തിയാലും നമ്മുടെ സഹായത്തിൻ്റെ, നീതിയുടെ, നമ്മുടെ സഹകരണത്തിൻ്റെ കരം പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെ നമ്മൾ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം. നൂലാമാലകളുടെയും സാങ്കേതികത്വൻ്റെയൊക്കെ അപ്പുറത്ത് പോയിട്ട് മനുഷ്യത്വത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനും അവരെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം എന്ന പാഠം നിശ്ചയമായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ സമാധാനം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ കാണുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങളിതാ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അവരുടെ ആനുവൽ ഡേ ആഘോഷിക്കുകയാണ്. നമ്മൾ നമ്മുടെ മാധ്യമങ്ങളെ തുറന്നു നോക്കിയാൽ നമ്മൾ കാണും, ഇതുപോലെ പ്രിവിലേജഡായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന, സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്ന, വലുതാവാൻ ആഗ്രഹമുണ്ടായിരുന്ന 6000 കുഞ്ഞുങ്ങളെ ഒരിടത്ത് ഈ ആധുനിക ലോകം കൊന്നുകളഞ്ഞതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ കാഴ്ച നമ്മൾ നിശ്ചയമായും കാണണമെന്നാണ് ഞാൻ പറയുക. ഗസയിലെ കാഴ്ച, 6000 കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി ഒരു രാഷ്ട്രം കൊന്നുകളയുന്നതിനെ നമ്മുടെ ലോകം നിസ്സഹായമായി കണ്ടു നിൽക്കുകയാണ്. ആധുനിക ലോകത്തിന് അതിനെ തടയാൻ ഒരിക്കലും കഴിയുന്നില്ല. ആ കുട്ടികൾ നമ്മളെപ്പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ, അവരെ താരാട്ടുപാടാൻ, അവരുടെ വളർച്ച കാണാൻ, അവർ വലുതാകുമ്പോൾ തിരികെ എന്നെ സംരക്ഷിക്കുമെന്ന മോഹം കൊണ്ട് നടന്ന മനുഷ്യരുടെ 6000 കുഞ്ഞുങ്ങളെ ആണ് ഒരു രാഷ്ട്രം കൊന്നുകളഞ്ഞത്. 2000-ഓളം കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു വിവരവുമില്ല. അവർ കെട്ടിടത്തിനിടയിൽ കുടുങ്ങിപ്പോയോ, പലായനത്തിനിടയിൽ അവരെ നഷ്ടപ്പെട്ടു പോയോ, അവരുടെ ക്യാമ്പുകൾ മാറിപ്പോയോ എന്നറിയാതെ എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന വ്യർത്ഥമോഹവുമായിട്ട് അവരെ തിരയുന്ന ആളുകളെ കാണുന്നു. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച അതാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. 5000-ത്തിലധികം കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ശേഷം പിന്നെയും കാണാതായ 2000 കുഞ്ഞുങ്ങൾ. അവരുടെ സ്കൂളുകൾ ആക്രമിക്കപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകളുണ്ട്, അത് ആക്രമിക്കാൻ ഒരു നിലയ്ക്കും പാടില്ല എന്ന വ്യവസ്ഥയുള്ള സ്കൂളുകൾ പോലും ആക്രമിച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന കാഴ്ച
ലോകം എന്തുമാത്രം ബ്ലീഡിംഗ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ പ്രിവിലേജ്ഡ് ആണ് എന്ന് വിചാരിച്ചല്ല നമ്മൾ വളരേണ്ടത്. നമ്മുടെ പ്രിവിലേജ് ഇല്ലാത്ത അനേകായിരം മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്ന പാഠം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലം അവരുടെ പൂർത്തിയാക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിന് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും. കുഞ്ഞുങ്ങളെ പൊളിറ്റിക്കലാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാക്കുക എന്നല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആത്യന്തികമായി പറയാനുള്ള കാര്യം, എവിടെ പോയാലും എപ്പോഴും പറയാനുള്ളത് ഇതിനെക്കുറിച്ചാണ്. മനുഷ്യർക്കിടയിൽ സമാധാനവും സ്വാതന്ത്ര്യവും, മനുഷ്യർക്കിടയിൽ സൗഹാർദ്ദവും സ്നേഹവും ഒരുമിച്ചുള്ള വളർച്ചയും സാധ്യമാക്കാനുള്ള ഇടങ്ങളായിട്ട് നിശ്ചയമായും സ്കൂളുകൾ മാറണം. സ്കൂളുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്ന് അതാവണം. എല്ലാ ജനാലകളും തുറന്നു വെച്ച ഒരു സ്കൂളായിട്ട് ഈ സ്കൂൾ മാറട്ടെ. ഇവിടുത്തെ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ പുതിയ 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 കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ കഴിയട്ടെ. ഐ വാസ് എ ബാക്ക് ബെഞ്ചർ ഇൻ മൈ സ്കൂൾ. ഏറ്റവും പുറകിലിരിക്കുന്ന കുഞ്ഞിനെ കൂടി സ്നേഹത്തോടെ നോക്കാൻ കഴിയുന്ന അധ്യാപകരുണ്ടാവട്ടെ. നിനക്ക് എന്താ പഠിക്കാൻ തോന്നാത്തത് എന്ന് ചേർത്ത് പിടിച്ച് ചോദിച്ച അധ്യാപകരുടെ ഓർമ്മകളാൽ സമൃദ്ധമാവട്ടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കാലം എന്നതുകൂടി ഞാൻ എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് ഈ സ്കൂളിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സവിശേഷമായ സന്തോഷം പങ്കുവയ്ക്കുന്നു. ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ ഒരുപാട് കലാപരിപാടികളുടെ ആ നിലയ്ക്കുള്ള നിങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ സമയമാണ്. അപ്പോൾ ഒരു വളരെ കടുപ്പമുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു ദൃഢപ്രസംഗം ബോറടിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ അവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കരുണ ദീർഘമായി പ്രസംഗിക്കാതിരിക്കുക എന്നതാണ്. എല്ലാ ഭാവുകങ്ങളും തരുന്നു ഈ സ്കൂളിന്. ഇനിയും ഒരുപാട് മുകളിലേക്ക് വളരാൻ കഴിയട്ടെ. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്ഥാപനത്തെക്കുറിച്ച് സ്വപ്നം കണ്ട മനുഷ്യർ, അതിന് ശിലപാകിയ മനുഷ്യർ, അതിൻ്റെ വളർച്ചയിൽ വെള്ളവും വളവുമായവർ, അവരെല്ലാവരും നിശ്ചയമായും നമ്മുടെ സമൂഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻ സംഭാവന നൽകിയവരാണ്. ഈ സ്കൂളിൽ മാത്രമല്ല, ഈ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനാകെ തന്നെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയവരാണ്. അവർ ആ നിലയ്ക്ക് എല്ലാ നിലയ്ക്കും ആദരിക്കപ്പെടേണ്ടവർ. അവരെയും കൂടി ഞാൻ ഓർക്കുന്നു. ഒപ്പം ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും സ്കൂളിൻ്റെ വാർഷികത്തിന്. താങ്ക് യു. Afsha Noor. She has bagged the Versatile Genius Award for the academic year and is also the best outgoing student of the senior secondary section. Mohammad Haneen, Versatile Genius of this academic year. He is also the winner of the LEAP examination of the year 22-23. He is also the winner of the Hikma Talent Search examination of the year 22-23. Individual champion of Tarang in category 3 and is also the second place winner of English Fest. Varad Kalur. He has bagged the Best Students Award of this academic year. He belongs to class 12. Varad Kalur. Asna CH of class 12 has bagged the Best Endeavor of this academic year. Best Endeavor of this academic year goes to Nikhil Krishna of class 12. Best Volunteers Award goes to Nikhil Krishna. Best Students Award of 2023 of class 10 goes to Arwa Jafar. Best Students Award, Arwa Jafar. Best Endeavors Award of 2023 of class 10 goes to Faiha Faisal. Best Endeavor Award,
Faiha Faisal. Drawing teacher Shri Anup Kumar P. has achieved India Book of World Records for having been one of the 160 artists to have completed painting in 120 minutes. An achievement indeed. Shri Anup Kumar P. Thank you, sir. I now invite Mr. Hanifa Haji, Vice President of the School Management Council, to present a memento to Mr. Nishad Rautar as a token of appreciation. We welcome you, sir, to accept. Thank you, sir. A dream doesn't become reality through magic. It takes sweat, determination, and hard work. It's a pleasure to invite Mr. Muralidharan, Councillor of Ward 73, Kozhikode Corporation, to inspire us with a speech. Sir, please. നമ്മുടെ ചീഫ് ഗസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ ദീർഘമായ ഒരു സമയമല്ല ഞങ്ങളുടെയൊന്നും സംഭാഷണത്തിൻ്റെത് ഇവിടെ വേണ്ടത് എന്ന് ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലെ ഒരു ആനുവൽ ഡേ എന്ന് പറയുന്നത് അതൊരു ചെറിയ ആഘോഷമല്ല. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് വളരെ നമ്മുടെയൊക്കെ പ്രദേശത്തെയൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്ര വലിയ സംവിധാനത്തോടു കൂടി സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞതുപോലെ ഒരു ചെറിയ സ്വപ്നമായി ആരംഭിച്ച് ഇന്ന് ഈ കേരളത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്കുള്ള വലിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ സ്കൂളിന് സാധ്യമായിട്ടുണ്ട്. ആ ഉയർച്ച നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഇവിടെ അക്കാഡമിക് തലത്തിൽ ഇവിടുത്തെ അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാം നന്നായി സംഘടിപ്പിക്കുന്നു എന്നതിൻ്റെയൊക്കെ തന്നെ അനുഭവം ഞങ്ങളിലെല്ലാം ദൃശ്യമായതാണ്. എൻ്റെ വാർഡിൻ്റെ പരിധിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സന്തോഷം തരുന്ന ഒരു കേന്ദ്രമുണ്ടാകുക എന്നത് എനിക്കേറെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട നിഷാദ് റാവുത്തർ പറഞ്ഞതുപോലെ ഇന്ന് ലോകം തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളെക്കുറിച്ചാണ്, സന്തോഷപൂരിതമായ മനുഷ്യർ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചാണ്. നമുക്കേറെ സമ്പത്ത് കുമിഞ്ഞുകൂടിയതുകൊണ്ട് ഒന്നും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അവിടെ സമാധാനം നഷ്ടപ്പെട്ടാൽ, ശാന്തി നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നത് പാലസ്തീൻ നമുക്ക് കാണിച്ചു തരുന്നു. എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എല്ലാം സൂചിപ്പിക്കാനുള്ളത്, ആ സന്തോഷപൂരിതമായ ഒരു ലോകത്തെ തിരയുന്ന കൂട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടത്തിലാണ് നമുക്ക് ജീവിക്കാനുള്ള അവസരം ലഭ്യമായത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ മനുഷ്യർ വിഭിന്നമായ തലത്തിൽ കലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം ജീവിക്കുന്ന കേരളത്തിലോ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വേർതിരിവ് ഈ കേരളത്തിൽ നമുക്ക് ദൃശ്യമല്ല. എന്നാൽ ഉദ്ഘാടകൻ സൂചിപ്പിക്കുന്നത് പോലെ ഇത് എക്കാലത്തും സമാധാനപരമായി നിലനിൽക്കുമെന്ന പ്രതീക്ഷ വെച്ച് മാത്രം നമുക്ക് പോകാൻ കഴിയുന്ന കാലഘട്ടത്തിൽ കൂടിയല്ല നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ,
ചരിത്രത്തെക്കുറിച്ച്, ഈ നാട് വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച്, കഴുത്തിൽ കാളപൂട്ടുന്നതിന് വേണ്ടി നഖം ഘടിപ്പിച്ച മനുഷ്യനെ തെളിയിക്കുന്ന നാടിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സാധ്യതകൾ തേടി നാം ലോകത്തിൻ്റെ നെറുകയിൽ ഏറെ വളർന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളർന്നു വന്ന സാഹചര്യത്തെ കൂടി നാം മനസ്സിലാക്കണം. ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ആ ഭരണഘടന തകർന്നാൽ ഭൂമിയിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഏറെ ദുഷ്കരമായി മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം കൂടി കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സന്തോഷം നിറഞ്ഞ ഈ വേളയിൽ പോലും ഇത്തരം ആപൽക്കരമായ ചില കാര്യങ്ങളെ കൂടി സൂചിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നാട് ബ്രിട്ടീഷുകാർ ഭരിച്ചതിനേക്കാൾ ഏറെ നാൾ ഭരിച്ചത് മുഗള വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ കാലഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത കുഴപ്പം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് നല്ല സന്തോഷപൂരിതമായ ചുറ്റുപാടുകൾ ഉണ്ടാകാൻ മാനവികത ഉയരട്ടെ, മനുഷ്യസ്നേഹം വളരട്ടെ. ഇവിടെ മനുഷ്യരാണ് നമ്മളെല്ലാം എന്ന തിരിച്ചറിവ് നമ്മളെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, അക്കാദമിക് പ്രവർത്തനത്തിനപ്പുറത്തേക്കുള്ള സൗഹാർദ്ദപരമായ ഒരു ജീവിതത്തെക്കുറിച്ച് കൂടി വീടുകളിൽ, രക്ഷിതാക്കളിൽ, സംസാരങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ഏറ്റവും മഹനീയമായ ഒരു വലിയ കലോത്സവം ഇവിടെ നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് പോലെ സന്തോഷകരമായി നമുക്കൊരുമിച്ച് ആടാനും പാടാനും എല്ലാം കളിക്കുന്ന, പേടിയില്ലാതെ ഒപ്പന കളിക്കാൻ കഴിയുന്ന, ഇവിടെ നേരത്തെ കൊല്ലം ജില്ലയിലെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ അടയാളങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നു. ഇവിടെയെല്ലാം ഈ അവസരത്തിലെല്ലാം നാം പ്രഖ്യാപിക്കേണ്ടത് ഒരു അടയാളത്തിനും ഒരു ഭീഷണിക്കും നമ്മളൊന്നും കീഴ്പ്പെട്ടു പോകാൻ പോകുന്നില്ല. ഇവിടെ മനുഷ്യസ്നേഹത്തിൻ്റെ മുൻപിൽ, മാനവികതയ്ക്ക് മുൻപിൽ നമ്മളെല്ലാം ഉറച്ചു നിൽക്കും എന്ന പ്രതിജ്ഞ ഇവിടെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഹൃദയത്തിൽ നിന്നുകൊണ്ട് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. Thank you, sir, for those warm words. We invite you, sir, to honor the deserving students. We invite our guest of honor, Shri Muralidharan, sir, to honor the deserving students. Alia of class 10 has bagged the first prize with A grade at the CBSE State Kalotsav this year in pencil drawing. She has also secured the 4th position with A grade in painting watercolor. Aisha Tamanna has bagged the first prize in the under-17 discus throw at the state-level inter-school athletic meet this year. She has also bagged the second prize in shot put. Aisha Tamanna. Jenna Khadija Faisal, winner of the LEAP examination this year. This is the 3rd consecutive year that Jenna has become the winner of LEAP examination. A hat-trick indeed. Akia Palot. She has won the first prize in the under-14 singles in the Sahodia badminton tournament this year. She has also bagged the first prize in the doubles. She has also bagged the first prize in the doubles under 14 in the Vidya Council badminton tournament this year.
Khatija Junaid. She has won the first prize in Quran recitation in category 1 in the Inspiro Inter-School Quran Fest. She is also the individual champion of Tarang in category 1. She has secured A grade in English recitation at the CBSE State Kalotsav. She has also received a cash award at the Inspiro Inter-School. Khatija Junaid. Thank you, sir. Challenges make life. I now invite our Assistant Manager, Mr. A.M. Abubakar sir, to present a memento to our guest of honor, Mr. Muralidharan sir. We request you, sir, to accept it. Assalamu alaikum wa rahmatullahi wa barakatuh. The Honorable Principal, Ms. Safia Ma'am, Chief Guest, Mr. Nishad Raut, Senior News Editor, Media One, respected teachers, non-teaching staffs, ward member, management, PTA, MPTA members, students, VIPs on dais, and with my dearest audience. Good evening to all. Al-Haramain Annual Day is the result of efforts from the part of teachers, students, and PTA. Congratulations to all the team. This year has been outstanding for our school, marked by numerous accomplishments. We have excelled in sports, arts, achieved academic milestones, and brought great pride to our school. PTA conducted the memorable events of Teachers' Day as well as Children's Day. The entire event is enjoyed by all, and it is a day to remember for all the students. This year, we are planning to conduct the Parents' Day also. For my dear team, this day, 2023 December 2nd, the remarkable date to Al-Haramain English School. Our school's official band troops launching inauguration will conduct today. We use this opportunity to express my gratitude to all the teams who have worked behind this venture. Also, we would like to appreciate the efforts and enthusiasm of students who prepared different programs for today's event. We strongly declare the solidarity to Palestine because they are with us, we are with them. Oh, my kids, please listen. You are the expectation of us, to the parents, also to the teachers, and to the society. So, please yourself, because no one else is going to do it for you. Please keep some values. That is the value of Al-Haramain School. The values are honesty, gratitude, courage, respect, kindness, compassion, empathy, and cooperation. Wish you all the best and real success here and hereafter life. Thank you. Jai Hind. Thank you, sir. The more you praise and celebrate your life, the more there is in life to celebrate.
It gives me great pleasure to call upon Ms. Amina, President of the Mother Parent Teacher Association, to kindly speak a few words. അസ്സലാമു അലൈക്കും. ഈ സദസ്സിൽ സന്നിധയായ എല്ലാ വിശിഷ്ടാതിഥികൾക്കും അൽഹറം ഫാമിലിക്കും ഡിയർ പാരൻസിനും എൻ്റെ ഉഷ്ണമായ സ്വാഗതം. അൽഹറമൈൻ സ്കൂളിൻ്റെ അൽഹറമൈനിലെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറായി ഞാൻ ഉണ്ടായാൽ തന്നെ എനിക്ക് വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ നമ്മളെ കുടുംബത്തിലെ വെഡ്ഡിങ് ഫങ്ഷൻ വരുമല്ലോ, അതുപോലെയാണ് നമ്മളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ. ഇന്നലെ മെഹന്തി ആയിരുന്നു, ഇന്ന് വെഡ്ഡിങ്. അത് പറയാൻ പറ്റാത്തൊരു സന്തോഷം, അത് അനുഭവിക്കുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ദിവസം കൊണ്ടുള്ള ഇതിൻ്റെ തയ്യാറെടുപ്പുകളും എല്ലാവരും ചേർന്നിട്ടുള്ള ആ ഒരു അവരുടെ സഹായം, അവരുടെ സഹായവും സഹകരണവും എല്ലാം ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെയും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഇവൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് തന്നെ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് എല്ലാവർക്കും. അത് ഈ സദസ്സിനെ ഞാൻ ഉപയോഗിക്കുന്ന ഒരാൾ പോലും വിട്ടുപോവാതെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മൾ എല്ലാവരുടെയും ഹാർഡ് വർക്കും ഈ പ്ലാനിങ് യൂണിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു സദസ്സ് നമുക്ക് ഉണ്ടാക്കാൻ, നിങ്ങൾ കാണുന്ന ഈ ഒരു ഈവൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് തന്നെ. അതൊരു നല്ല ഇവൻ്റായിട്ട് തന്നെ ഞാൻ കാണുന്നത്. എനിക്ക് സത്യം ഞാൻ പ്രസംഗിച്ചൊന്നും ശീലമില്ല കേട്ടോ, അപ്പോൾ ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. ഇത് പറയാൻ തന്നെ എനിക്കിത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എൻ്റെ അൽഹറമൈൻ സ്കൂളിനും പ്രിൻസിപ്പൽ സഫിയ മാമിനും ഞാനൊരു താങ്ക്സ് പറയുന്നു. താങ്ക് യു മാം. എൻ്റെ കൂടെ സഹകരിച്ച ഓരോരുത്തർക്കും വെച്ചാൽ പേരെടുത്ത് പറഞ്ഞാൽ ഒരു പേര് വിട്ടുപോകും, അത് ഭയങ്കര വേദന ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോരുത്തർക്കും എനിക്ക് നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോവേ ഉള്ളൂ. അതുകൊണ്ട് അതുക്ക് മേലെയാണ് നമ്മൾ അത്രയും പ്രയത്നിച്ചത്. അത് അറിയാമെന്നുള്ളവർക്ക് എല്ലാം അറിയാം, അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കുടുംബം പോലെയാണ് ഇതുവരെ. ഇനി അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ ആമേ. പിന്നെ ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തൊക്കെയോ കരുതിയിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, സോറി. എന്തായാലും നമുക്ക് നമ്മളെ കുട്ടികളുടെ പരിപാടികൾ കണ്ട് എൻജോയ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പം പോയ ഒരു പേരൻറ്റിൻ്റെ അതേ അനുഭവമാണ് എനിക്കും വരുന്നത്. ദിസ് ഡയസ് is very favorite to me. I'm an alumnus, at the same time a parent of 2 in this Al Haramain English School. I first of all thank God, Allah subhanahu wa ta'ala, to give me this opportunity to speak in front of so many people who I know, and especially in front of my guru, Safia ma'am, principal. അടുത്ത വിശിഷ്ട അതിഥി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ഒരാളാണ് മിസ്റ്റർ ഹനീഫാജി. എന്നെ ആദ്യമായിട്ട് ഹജ്ജ് ചെയ്യിപ്പിച്ച ഒരാളാണ്. സോ താങ്ക് യു സർ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. I have been bestowed with the responsibility of alumnus. Let me go directly into my responsibility. Al Haramain English School ne Purva Vidyarthi Sangamaya Al Halamnus is into being. WhatsApp group online Google Meet തീവ്രമായി സംസാരിച്ചിട്ട് we have come into a Google form with a barcode which is there in the school surroundings. We would say each parent, some parents like me who were previous students of Al Haramain English School, please fill up that form. We have a vision of taking our students or our children to greater heights, to go into the path which was not followed by their seniors or their parents or their grandparents. I am a chartered accountant by profession. For the past 10 years I have been in Calicut. Right now practicing in Malappuram Junction, an FCA and BCom graduate. So
I have been in close association with ICAI, Institute of Chartered Accountants of India, with their career counseling program. And the past 2 years, I have been a career counselor in commerce for Al Haramain English School also. ഈ സ്കൂളിലേക്ക് തിരിച്ചു വരാ, ഇവിടുത്തെ കുട്ടികളെ കാണാ, കുട്ടികൾ പറഞ്ഞാൽ എൻ്റെ മക്കളും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിക്കുക പറഞ്ഞാൽ ഇതിനെക്കാട്ടി അധികം ഒരു ആത്മാഭിമാനമുള്ളൊരു സംഭവം അല്ലെങ്കിൽ ആ ഒരു നിമിഷം വേറെ ഒന്നും വേണ്ട. It's not always money that counts, but experiences like these which take us forward through these difficult times. Actually, I don't know, these were not these my words which I have marked in my paper. My father is really looking at me and thinking, this is not what we had described of what we are speaking. But this dice is taking me something like that. Just like as our senior editor of Media One, Nishad Rautar, said, the world is bleeding. And so our kids should also know what this school wants them to be. സെഫിയ മാമായിട്ടുള്ള സംസാരത്തിൽ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് മോറൽ വാല്യൂ വിത്ത് ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേഷൻ, വിത്ത് ദ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഇസ് Al Haramain. So I invite all the parents who were alumnus, please fill up the form together with the support of the Parents Teachers Association, management, teachers, teaching staffs, and of course the principal. We will take this step forward, and we want to contribute also towards the school. So looking forward for a strong support from everyone, from every committee. Thank you all. Assalamu alaikum wa rahmatullahi wa barakatuh. Respected Chief Guest of the Day, Mr. Nishad Rautar. Guest of Honor, Mr. T. Muralidharan. Principal Safia Ma'am, Secretary T.K. Hussain Sir. All other distinguished guests on and off the dais, parents, teaching and non-teaching staff, and all my dear friends. A very warm good evening to one and all present here. Assalamu alaikum wa rahmatullahi wa barakatuh. The duty bestowed upon me is to deliver the vote of thanks for the inauguration ceremony of Arkansas 2023. First of all, on behalf of the Haramain family, I would like to take this opportunity to extend my sincere gratitude to the chief guest of the day, Mr. Nishad Rautar, for taking precious time off his busy schedule to be with us today and inaugurate this event. Thank you, sir. I would also like to thank our guest of honor, Mr. T. Muralidharan. Your presence has added a cherished dimension to this event, sir. Thank you. I would also like to thank our principal, Safia ma'am, Vice Principal, Salam sir, Management Committee, PTA, MPTA, and all others involved to organize this event, leading to the successful commencement of Arkansas 2023. Thank you once again. Thank you one and all. Fida Fatima. Fida Fatima. She has bagged first prize in the doubles in the under 14 category in Saudia badminton tournament this year. She has also bagged first prize in doubles under 14 Vidya Council badminton tournament. Nima Fatima. She is the topper of the primary public examination 2022-23. She's also been conferred with the proficiency prize of class 7. Zia Zamruda, topper of the primary public examination 2022. She has also bagged the third prize in declamation in the senior category English Fest this year. Ayan Fahri, winner of the LEAP examination 2022, is also being given the Proficiency Award. Ayan Mohammed, winner of the LEAP examination
of 2022. Ayan Mohammed, winner of the LEAP examination of 2022. Ayan Mohammed, Ishan Ilyas has secured A grade at the CBSE State Kalotsav in the category 1 in crayon painting. Alifa Afrin is the winner of the LEAP examination 2022-23. Abdul Wadud, winner of the LEAP examination of 2022. Mohammad Fatwin Muazzim is the individual champion of Tarang 23 category 1. Thank you, ma'am. Now like to invite the Vice President of the Parent Teacher Association, Ms. Rehnaz Harish, to kindly honor the deserving students. Ma'am, please. Mohammad Nasif, winner of the LEAP examination of the year 2022. Sarah Zainab receives the Proficiency Award for the year 2022. Manha Amal is the individual champion of the kiddie section in Tarang 2023. Menal Harish is the winner of the Proficiency Award for the year 2022. Mohammad Halim, winner of the LEAP examination for the year 2022. Mohammad Rihan Sharafuddin, winner of the LEAP examination for the year 2022. Thank you, ma'am. Aisha Kenza Munir. She has been honored with the Proficiency Award for the year 22-23. Aisha Kenza Munir. Minha Mehrin has received third prize in the reading competition in the English Fest held this year. Ayan Muhammad Varil has bagged first prize in the doubles in the under 14 category in the Vidya Council Badminton Tournament this year. Ayaz Mohammad PP bagged first prize in doubles in the under 14 category in the Vidya Council Badminton Tournament this year. Izan Mubarak
is the recipient of the Proficiency Award for the year 2022-23. Fatima Tamanna is the topper of the Secondary Public Examination 2022-23. Mina Meher is conferred with the Proficiency Prize for the year 22-23. And Hafiz Samir Mohammed, PK, is the winner of the LEAP examination for the year 2022-23. Thank you, sir. We now continue with the prize distribution. I invite the Vice Principal of our school, Mr. Abdul Salam, to kindly honor the deserving students. Hayal Haroon, winner of the Proficiency Award for the year 2022-23. Mariam has bagged the Best Readers Award for the year 2022-23. And Amra Yaqub has bagged first prize in the doubles in the under 14 category conducted by Vidya Council Badminton Tournament. First prize in the Vidya Council Badminton Tournament. Thank you, sir. Naina Nees, TV. The individual champion of category 2 of Tarang 2023. Individual champion of category 2. Hiba Kher, individual champion of category 4, Tarang 2023. And Rezin Ahmed has secured third prize in the English Fest in extempore. Rezin Ahmed, third prize in the English Fest. Thank you, sir.